എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. മാർക്കറ്റിൽ നിന്ന് പൈസ ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ല. എല്ലാവരും ചെയ്യുന്ന ഒരു കോമൺ മിസ്റ്റേക്കാണ്. ഏറ്റവും ടോപ്പിൽ പോയിട്ട് ഏറ്റവും ഹൈപ്പിൽ പോയിട്ട് ഒരു സ്റ്റോക്ക് നമ്മൾ മേടിക്കും. എന്നിട്ട് അതിൻ്റെ ആക്ച്വൽ റേറ്റിനെക്കാട്ടിലൊക്കെ എത്രയോ മടങ്ങ് കൊടുത്തിട്ടായിരിക്കും നമ്മൾ ആ സ്റ്റോക്ക് മേടിക്കുക. കാരണം അപ്പോഴായിരിക്കും നമ്മളെ കണ്ണിൽ ആ സ്റ്റോക്കുകൾ വരിക, അല്ലെങ്കിൽ ഇതുപോലുള്ള ഇൻഫ്ലുവൻസേഴ്സൊക്കെ വന്നിട്ട് ഓരോന്ന് പറയാം. ആ ഒരു സമയത്ത് ഈ വലിയ വലിയ ബിഗ്ഗീസൊക്കെ ആ സ്റ്റോക്കിനെ ഓഫ് ലോഡ് ചെയ്തിട്ട് അവരുടെ പ്രോഫിറ്റ് ബുക്കിങ്ങിന് വേണ്ടിയിട്ടായിരിക്കും റീറ്റെയിലേഴ്സിൻ്റെ കയ്യിലേക്ക് ഇങ്ങനെയുള്ള സ്റ്റോക്കുകൾ കൊടുക്കുക. നമ്മൾ എത്ര തന്നെ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണെന്ന് പറഞ്ഞാലോ, ഇനി ഭാവിയിലേക്ക് എത്ര ഫ്യൂച്ചർ ഉണ്ടെന്ന് പറഞ്ഞാലോ, എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അൾട്ടിമേറ്റ്ലി ആ ഒരു സ്റ്റോക്കിൽ പ്രൈസിലെ മൂവ്മെൻറ്റ്സ് തരാത്തിടത്തോളം കാലം നമുക്ക് പ്രത്യേകിച്ച് ഒരു ഗെയിൻ ഉണ്ടാകാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. അങ്ങനെയുള്ളൊരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു എക്സാമ്പിളാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്റ്റോക്ക്. ഈ സ്റ്റോക്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം, 2017 മുതൽ 2023 വരെ ഇത് IPO ലിസ്റ്റ് ചെയ്തതിനു ശേഷം താഴേക്ക് പോയി വീണ്ടും നല്ലൊരു ഈ ഒരു റേഞ്ച് കൺസോൾട്ടേഷൻ ബ്രേക്ക് ചെയ്ത് ഓൾമോസ്റ്റ് 6 years കഴിഞ്ഞിട്ടാണ്. ആ 6 കൊല്ലത്തിന് ശേഷം ഇത് ബ്രേക്ക് ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഒരു 10x അടുത്തുള്ള ഒരു റാലി ഈ 2023-24 എന്നുള്ള റേഞ്ചിലാണ് കിട്ടിയത്. അതേപോലെ തന്നെ 2024 ജൂലൈയിൽ ഇത് ടോപ്പ് ചെയ്തിട്ട് തിരിച്ച് റീട്രേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളെപ്പോലെയുള്ള റീറ്റെയിലേഴ്സ് ഭൂരിഭാഗം ആൾക്കാരും ഇതിൽ ഈ ഒരു ഏരിയകളിൽ നിന്നായിരിക്കും എൻട്രീസ് എടുത്തിട്ടുണ്ടാവുക. അത് പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ എക്സ്പീരിയൻസ്ഡ് അല്ലാത്ത ആൾക്കാരൊന്നും ഈ പറയുന്ന ഏരിയകളിലൊക്കെ എൻട്രീസ് കിട്ടുക എന്ന് പറയുന്നത് വളരെ ചുരുക്കമായിരിക്കും. റീറ്റെയിലേഴ്സിന് എപ്പോഴും ഇങ്ങനെയുള്ള മൂവ്മെൻറ്റ്സിലാണ് അവർക്ക് താല്പര്യം കൂടുതൽ. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഇവിടെ ഒരു എഴുതി വെച്ചിട്ടുള്ളൊരു കാര്യമുണ്ട്. വിന്നേഴ്സ് ഓൾവേസ് ആവറേജ് വിന്നേഴ്സ് വെറാസ് ലൂസേഴ്സ് ഓൾവേസ് ആവറേജ് ലൂസേഴ്സ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ആവറേജ് ചെയ്യാൻ പോകുന്ന സ്റ്റോക്ക് അത് ആവറേജ് ചെയ്യാനുള്ള കറക്റ്റ് പൊസിഷനിലാണോ ഇപ്പോൾ നിൽക്കുന്നത്, അതൊക്കെ റൈറ്റ് ടൈമിലാണോ നിൽക്കുന്നത് എന്നുള്ളത്. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ മാർക്കറ്റിൽ നിന്ന് പഠിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും 90% ഞാനിവിടെ പറഞ്ഞ പോലെ ഇമോഷൻ കൺട്രോളും 5% നമ്മുടെ കോമൺ സെൻസും ബാക്കിയുള്ള 5%ലാണ് ഈ ടെക്നിക്കൽ അനാലിസിസ് ആണെങ്കിലും ഫണ്ടമെൻ്റൽ അനാലിസിസ് ആണെങ്കിലും അത് വേറെ എന്ത് തരത്തിലുള്ള സ്ട്രാറ്റജികളോ നിങ്ങൾ പഠിച്ചിട്ടുള്ള എന്ത് കാര്യങ്ങളായിക്കോട്ടെ അതൊക്കെ വരുന്നുള്ളൂ. കാരണം ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സ്റ്റോക്കിനെ നിങ്ങൾ ഈ 2017 മേടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു 6 കൊല്ലത്തിനിടയ്ക്ക് എപ്പോഴെങ്കിലും നിങ്ങൾ ഉറപ്പായിട്ട് ഈ സ്റ്റോക്ക് വിറ്റിട്ടുണ്ടാവും. നിങ്ങൾക്ക് അന്നും ചിലപ്പോൾ കൺവെൻഷൻസ് ഉണ്ടാവും ഈ സ്റ്റോക്കിനെ കുറിച്ച്. പക്ഷേ ഈ ടൈം കറക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം മാർക്കറ്റിൽ ഒരിക്കലും റീറ്റെയിലേഴ്സിന് നിൽക്കാൻ സമ്മതിക്കാത്തൊരു കാര്യമാണ്. നിങ്ങൾ ആലോചിക്കുക, ഈ ഒരു സ്റ്റോക്ക് 7 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഒരു 10x ഗ്രോത്ത്. ഈ ഇനീഷ്യൽ ലെവലിൽ നിന്നൊരു 10x അല്ല, അതിൻ്റെ മുകളിൽ അവർക്ക് റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് 11-12x റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ 7 കൊല്ലം വെയിറ്റ് ചെയ്യാണ്ടെങ്കിൽ അവർക്കൊരു സ്റ്റോക്ക് പ്രൈസിലുള്ള അപ്രിസിയേഷൻ കിട്ടുമായിരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ കറക്റ്റ് ഈ ഒരു മൊമെൻറ്റം എവിടെ നിന്നാണോ തരുന്നത് അവിടുന്ന് ക്യാച്ച് ചെയ്യാനുള്ള കാപ്പബിലിറ്റി ഉണ്ടായിരിക്കണം. അപ്പം ഈ ഒരു സ്റ്റോക്കിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓൾമോസ്റ്റ് ഈ ഒരു ഏരിയകളിൽ നിന്നായിരിക്കും ഭൂരിഭാഗം റീറ്റെയിലേഴ്സും എടുത്തിട്ടുണ്ടാവുക. വൺ ലോസിലൊക്കെ കിടക്കുന്നവർ ഉറപ്പായിട്ടും അവരെടുത്തിട്ടുള്ള പൊസിഷൻസ് പറയുന്നത് ഈ ഓൾ ടൈമായി ബ്രേക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു ഏരിയ എന്നായിരിക്കും. ഇപ്പോൾ ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഓൾ ടൈമിൽ നിന്ന് 58% ഡ്രോപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഏരിയകളിൽ നിന്നാണ്, ഈ ഒരു ടോപ്പിൽ നിന്നാണ് നിങ്ങൾ ഈ ഒരു സ്റ്റോക്കിനെ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഇപ്പോൾ ആവറേജ് ചെയ്യേണ്ട ഒരു ടൈമാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് സ്വയം ചോദിച്ചു നോക്കുക. എപ്പോഴാണ് ഒരു സ്റ്റോക്കിനെ ആവറേജ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അല്ലെങ്കിൽ ഒരു സ്റ്റോക്കിനെ ആവറേജ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം. സ്റ്റോക്ക് ആവറേജ് ചെയ്യാനുള്ള സമയമാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും ഒരിക്കലും ആയിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും മാർക്കറ്റിൽ പറയുന്ന ഒരു കാര്യമാണ് ട്രെൻഡ് ഈസ് അവർ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയുന്നത് ഇത് നമുക്ക് വളരെ ക്ലിയർ ആണ്. ഒരു ലോവർ ഹൈ ഫോർമേഷനിൽ ഇങ്ങനെ താഴത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴാണ് ഈ ട്രെൻഡ് ഓവർ ആണെന്നുള്ളത് നിങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ആർക്കും മെച്ചായിട്ട് മാർക്കറ്റിൻ്റെ ടോപ്പ് ബോട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോമൺ സെൻസ് വെച്ചിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇതിന് മനസ്സിലാക്കി എടുത്തിട്ട് എവിടുന്ന് എൻട്രി ചെയ്യണം എന്നുള്ളത്, അല്ലെങ്കിൽ എവിടുന്ന് ആവറേജ് ചെയ്യണം, എവിടുന്ന് എക്സിറ്റ് അടിക്കണം എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിൽ നിന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് എങ്ങനെ ആവറേജ് ചെയ്യുക, ഈ ഒരു സ്റ്റോക്കിന് ഇപ്പോൾ ആവറേജ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എപ്പം ഇതിൽ ആവറേജ് ചെയ്യാം, അല്ലെങ്കിൽ പുതിയൊരു പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ അതെപ്പം ആ ഒരു പൊസിഷൻ എടുത്ത് തുടങ്ങാൻ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമ്മൾ കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ഈ ബേസിക് ആയിട്ട് റീറ്റെയിലേഴ്സിൻ്റെ അടുത്ത് ഫാൻസി ആയിട്ടുള്ള സ്റ്റോക്കുകളിൽ കോമൺ ആയിട്ടുള്ളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം, ഈ നമ്പർ ഓഫ് ഷെയർസിൻ്റെ എണ്ണം ഭയങ്കര ഡ്രാസ്റ്റിക് ആയിട്ട് കൂടിയിട്ടുണ്ടാവും. 2021 1,68,000 നമ്പർ ഓഫ് ഷെയർസ് ഉള്ളത് ഇപ്പം 8,41,000 വന്നിട്ടുണ്ട്. അത് ഓൾമോസ്റ്റ് സെപ്റ്റംബർ 2023 അല്ലെങ്കിൽ ഡിസംബർ ഈ ഒരു ടൈം പീരീഡിൽ, സെപ്റ്റംബർ ടു മാർച്ച് 2024 ഈ ഒരു ടൈം പീരീഡിലാണ് ഇത്
ഭയങ്കര രീതിക്ക് ഇൻക്രീസ് ആയിട്ട് പെട്ടെന്നൊരു ജമ്പാണ് ജൂണിലേക്ക് വന്നിട്ടുള്ളത്. ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ബിഗ്ഗീസ് മെല്ലെ അവരുടെ പൊസിഷൻസ് ഓഫ്ലോഡ് ചെയ്തിട്ട് റീറ്റെയിലേഴ്സിൻ്റെ കയ്യിലേക്ക് കൊടുത്ത്. നിങ്ങളിവിടെ നോക്കുമ്പോൾ ഇവിടെ പ്രൊമോട്ടേഴ്സ് അടിപൊളി പ്രൊമോട്ടേഴ്സ് 72% ഹോൾഡ് ചെയ്യുന്നുണ്ട്, FIs ഉണ്ട്, DIs ഉണ്ട്. പക്ഷേ എന്നിട്ട് എന്താണ് സ്റ്റോക്ക് താഴത്തേക്കാണ് പോകുന്നത്. ഈ ഫണ്ടമെന്റൽ നോക്കുമ്പോൾ ഈ സ്റ്റോക്കിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല, നല്ല ബിസിനസ്സാണ്. പക്ഷേ എന്തുകൊണ്ട് ഈ ഒരു സ്റ്റോക്ക് പിന്നെ താഴത്തേക്ക് പോകുന്നത്? ആ ഒരു കാര്യമാണ് ഞാൻ ഇവിടെ പറഞ്ഞതുള്ളത്. എപ്പോഴൊക്കെ റീറ്റെയിലേഴ്സ് ഏതൊക്കെ സ്റ്റോക്കുകളിൽ ഭയങ്കരമായിട്ട് കയറിയിട്ടുണ്ടോ ഒരിക്കലും റീറ്റെയിലേഴ്സിന് പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാർക്കറ്റ് നിന്ന് കൊടുക്കത്തില്ല. ആ ഒരു കാര്യം ബേസിക്കായിട്ട് മനസ്സിലാക്കി വെക്കുക. അതാണ് കോമൺ സെൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതേപോലുള്ള കുറേ ഉദാഹരണങ്ങൾ ടാറ്റ ടെക്നോളജീസ് റീസെൻ്റ് ആയിട്ട് ഇതേപോലെ തന്നെ ലിസ്റ്റ് ചെയ്യപ്പെട്ടുള്ളൊരു കമ്പനിയാണ്. ആ ഒരു കമ്പനിയിൽ പോയിട്ട് നോക്കിയിട്ടുണ്ടെങ്കിലും കാണാം 10 ലക്ഷം. ഇത് ലിസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ 10 ലക്ഷത്തിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് ഉണ്ട്. ഇപ്പോൾ അത് 12 ലക്ഷത്തിലേക്ക് വന്നു. ഈ ടാറ്റ ടെക്നോളജീസിൻ്റെ ചാർട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ലിസ്റ്റ് ചെയ്ത സമയം തൊട്ട് ഇത് ഡൗൺ ട്രെൻഡിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സ്റ്റോക്ക് ഇതുവരെ റിവേഴ്സൽ പോലും കാണിച്ചിട്ടില്ല. എക്സാക്ട് ഈ ഒരു ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്ത മുതൽ ഇതിൻ്റെ ബോട്ടം ക്രിയേറ്റ് ചെയ്തെടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടില്ലേ, ഈ പ്രീമിയം ഏരിയയിൽ നിന്ന് ഡിസ്കൗണ്ടിലേക്ക് പോലും വരാണ്ട്, അതായത് 0.5 ലെവൽ വരെ വരാണ്ട്, അതിൻ്റെ മുന്നേ തന്നെ 0.32 എന്ന് പറഞ്ഞിട്ടുള്ള ആ കണ്ടിന്യൂഷനിലേക്ക് നിന്ന് മാർക്കറ്റ് എക്സാക്ട് റിവേഴ്സൽ എടുത്തിട്ട് താഴത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. അത്രയും ഡൗൺ ട്രെൻഡോടെ ഇതിൽ കൺഫേം ആണെന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ എന്തുകൊണ്ട് റീറ്റെയിലേഴ്സ് ഇവിടെ സ്റ്റക്കാണ് നിങ്ങൾ നോക്കിയിട്ടെങ്കിൽ കാണാം. ഈ ലെയിംലൈറ്റിൽ വന്നിട്ടുള്ള ഇത്രയും എല്ലാവരും പറയുന്ന സ്റ്റോക്കുകളിൽ ഒരിക്കലും നിങ്ങൾക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ഇവിടെ നമ്മൾ തിരിച്ച് കൊച്ചിൻ ഷിപ്പ്യാർഡിലേക്ക് തന്നെ പോകണം. അപ്പോൾ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ ആദ്യം ഇതിൻ്റെ വാല്യൂഷൻ നോക്കാം. എത്രത്തോളം ഈ ഒരു പ്രൈസ് ഓവർ ഹൈപ്പ്ഡ് ആണോ അല്ലെങ്കിൽ ഇത് ആക്ച്വലി വാല്യൂ ഫോർ ഇൻവെസ്റ്റിംഗ് ആണോ ഇപ്പോൾ എന്നുള്ള കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റിൽ പോകുമ്പോൾ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം 2017 322 കോടിയുള്ള നെറ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു കമ്പനി ഓൾമോസ്റ്റ് ഇതിൻ്റെ ഡബിൾ ഉണ്ടാക്കാൻ കഴിഞ്ഞ 2021 ആ ഡബിൾ ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ ഇവിടെ ഡീഗ്രോത്ത് നടന്നിട്ട് പിന്നെ ഈ 610 കോടിൻ്റെ മുകളിൽ വന്നത് 2024 ഈ ഒരു 331 813 എന്ന് പറഞ്ഞ റേറ്റിലേക്ക് പോകുമ്പോഴാണ് ഇതിൻ്റെ മോസ്റ്റ് ഓഫ് ദ റൺ നടന്നിട്ടുള്ളത്. മാർച്ച് 2023 ഇതിൻ്റെ ചാർട്ട് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം മാർച്ച് 23 ഏകദേശം ഒരു 200-222 റേഞ്ചിലുള്ള ഈ പ്രൈസ് ഇവിടെ നിന്നാണ് ആക്ച്വലി ഈ ഒരു ബുൾ റൺ സ്റ്റാർട്ട് ആയിട്ടുള്ളത്. ഇത് അവസാനിച്ചത് ജൂലൈ 24. ഞാൻ ഇവിടെ കാണിച്ചു തന്ന പോലെ തന്നെ ഇതിന് ശേഷമുള്ള ക്വാർട്ടർലി റിസൾട്ടുകൾ വരുമ്പോൾ ഇതിൽ വൻ രീതിക്കുള്ള ജമ്പ് ആ ക്വാർട്ടർലി റിസൾട്ടുകൾ ഉണ്ടാക്കി. അതിനനുസരിച്ച് മാർച്ച് 24 ആകുമ്പോഴത്തേക്ക് 300-ൽ നിന്ന് 813 എന്നുള്ള ആ വലിയൊരു നെറ്റ് പ്രോഫിറ്റുള്ള ഗെയിനിലേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി 12 എന്ന് പറഞ്ഞ IPS 30ലേക്ക് പോയി. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് വലിയ ജമ്പാണ്. പക്ഷേ ഇതിൻ്റെ പ്രീവിയസ് ആയിട്ടുള്ള ഈ ഒരു ജമ്പ് ഈ ഒരു റേറ്റ് നിന്ന് നോക്കുമ്പോൾ ഈ 24 എന്ന് പറഞ്ഞ ഈ റേറ്റ് എന്നൊക്കെ നോക്കുമ്പോൾ ഇത് വലിയൊരു ജമ്പല്ല. പക്ഷെ എന്നിട്ട് എന്തുകൊണ്ട് ഇവിടെ സ്റ്റോക്ക് പ്രൈസ് ഇത്രയും അപ്രിസിയേഷൻ ആയി? ഏണിങ്സിൻ്റെ ഗ്രോത്ത് നോക്കുമ്പോൾ വലിയ രീതിക്കില്ല. പക്ഷേ ഇവിടെ സംഭവിച്ച കാര്യം എന്ന് പറയുന്നത് PE-യിലുള്ള ഈ ഒരു ജമ്പാണ്. മാർച്ച് ഇതുപോലെ തന്നെ 23 10ൻ്റെ PE-യിൽ നിൽക്കുന്ന ഈ സ്റ്റോക്ക് 91 വരെ പോയിട്ടുണ്ട്. അതായത് ഇവിടെ വേരിയേഷൻ വെച്ച് നോക്കുമ്പോൾ 2023 നെറ്റ് പ്രോഫിറ്റ് 2023 തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിലും നെറ്റ് പ്രോഫിറ്റ് 334 813 വരെ പോകുമ്പോൾ ഓൾമോസ്റ്റ് 2.something ഏണിങ്സിലുള്ള ഗ്രോത്ത് ഉണ്ടായിട്ടുള്ളൂ. ബാക്കിയുള്ള ഇത്രയും വലിയ ജമ്പ് എന്ന് നമ്മൾ നേരത്തെ കണ്ട PE-യിലാണ് ഉണ്ടായിട്ടുള്ളത്. ഓൾമോസ്റ്റ് 10 90 എന്ന് പറയുമ്പോൾ 9x ജമ്പ് എന്ന് പറയുന്നത് ഈ ഒരു PE-യിലുള്ള റീറേറ്റിംഗ് ആണ് വരുന്നത്. അത് റീറ്റെയിലേഴ്സ് അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള ആൾക്കാർ ഈ ഒരു സ്റ്റോക്ക് മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് പിന്നെയും വാങ്ങാനുള്ള താല്പര്യമുണ്ട്. അവർക്ക് ഗ്രോത്ത് അല്ല വേണ്ടത്, അവർക്ക് മാർക്കറ്റിൽ ഇതിൽ എന്തൊക്കെയോ കേട്ടിട്ടുള്ള ന്യൂസുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിൽ ബിഗ്ഗീസ് ഓൾറെഡി താഴത്ത് നക്കിനായിട്ട് ഇത് വെച്ചിട്ടുള്ള ഈ സ്റ്റോക്കിൽ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഹയർ പ്രൈസിൽ വീണ്ടും കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാണ്. ഒരു പെർട്ടിക്കുലർ ലെവലിൽ ഈ താഴെ ഇരിക്കുന്ന ബിഗ്ഗീസൊക്കെ അത്യാവശ്യം നല്ല പ്രോഫിറ്റ് ആയപ്പോൾ ആരും ഇത് ഓഫ്ലോഡ് ചെയ്തിട്ട് പോയി വീണ്ടും ഈ പ്രൈസിന് മുകളിലേക്ക് പോകാൻ പറ്റാണ്ടായി. കാരണം ഇവിടെ ഓട്ടോമാറ്റിക്കലി നോക്കുമ്പോൾ ഏണിങ്സിൽ ഗ്രോത്ത് ഇല്ല. ഇത്രയും കൊല്ലം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നോക്കാം, ഈ 2013 266 നെറ്റ് പ്രോഫിറ്റാണ് ഈ ഒരു കമ്പനി ഉണ്ടാക്കിയിട്ടുള്ളത്. 266 കോടിൻ്റെ നെറ്റ് പ്രോഫിറ്റ്. ഞാനിവിടെ ഇതിൻ്റെ CAGR ഗ്രോത്ത് പെർസെൻറ്റേജ് റിട്ടേൺ ഓൾമോസ്റ്റ് എത്ര ഉണ്ട് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് നോക്കാം. കറൻ്റ്ലി ഇപ്പം ട്രെയിലിംഗ് 12 മന്തിൽ 887 കോടിൻ്റെ നെറ്റ് പ്രോഫിറ്റാണ് ഈ ഒരു കമ്പനി മേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നോക്കുമ്പോൾ ഓൾമോസ്റ്റ് എത്ര ഇയേഴ്സായി ഇവിടെ ഈ ഒരു സ്റ്റോക്ക് 2013 മുതൽ
2024 വരെ നോക്കുമ്പോൾ ഓൾമോസ്റ്റ് 11 ഇയേഴ്സ് എടുത്ത് ഈ ഒരു പറയുന്ന പെർസെൻറ്റേജ് റിട്ടേൺ ബേസിൽ 2x 2.3xന്റെ നെറ്റ് പ്രോഫിറ്റിലുള്ള ജമ്പ് 11 കൊല്ലം കൊണ്ട്, അതായത് 11.57% CAGR ഗ്രോത്തിൽ ആണ് ഈ ഒരു കമ്പനി 2013 മുതൽ നെറ്റ് പ്രോഫിറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളർച്ച ഉണ്ടായിട്ടുള്ളത്. പക്ഷേ അതേ സമയത്ത് തന്നെ ഇതിൻ്റെ പ്രൈസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലിസ്റ്റ് ആയത് 2017 മുതലാണ്. അവിടുന്ന് മുതൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓൾമോസ്റ്റ് 10xന്റെ മുകളിൽ 11 to 12xന്റെ റിട്ടേൺ ഈ ഒരു സ്റ്റോക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ക്ലിയർ ആണ്, ഇവിടെ ഏണിങ്സിനെക്കാട്ടിലും എത്ര ഇരട്ടി ഈ സ്റ്റോക്കിന് വാല്യുവേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ തയ്യാറായി ഒരു പെർട്ടിക്കുലർ ലെവലെത്തിയപ്പം. ശരിയാണ്, ഇവിടെ നോക്കുമ്പോൾ നല്ലൊരു കൺസോളിഡേഷൻ റേഞ്ച് ആയിരുന്നു. പ്രീമിയം ഒക്കെ കൺസ്യൂം ചെയ്ത് കൺസ്യൂം ചെയ്ത പ്രീമിയത്തിന് പിന്നെ ഏണിങ്സിൽ വന്നിട്ടുള്ള ഈ ഒരു ബ്രേക്കൗട്ടാണ് ഈ നടന്ന റാലിക്ക് കാരണം എന്ന് പറയുന്നത്. 2 ഇയേഴ്സിലെ ആ നെറ്റ് പ്രോഫിറ്റിലുള്ള ജമ്പ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇത് മാർക്കറ്റ് അതിൻ്റെ റിയൽ ആയിട്ടുള്ള വാല്യുവേഷനിലേക്ക് ഈ സ്റ്റോക്കിനെ വീണ്ടും കൊണ്ടുപോയി എന്നുള്ളതാണ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. നിങ്ങൾ നോക്കാം, ഇതിൻ്റെ 10 ഇയറിൻ്റെ മീഡിയൻ പി എന്ന് പറയുന്നത് 10 ആണ്, 5 ഇയറിൻ്റെ മീഡിയൻ പി എന്ന് പറയുന്നത് 9.7 ആണ്, ഇതിൻ്റെ മാച്ചിലിട്ട് നോക്കിയിട്ടുണ്ടെങ്കിലും 10 ആണ്. അപ്പം ഈ ഒരു സ്റ്റോക്കിന് 10ന്റെ പി ആണ് മാക്സിമം പോയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മീഡിയൻ ആയിട്ട് വരുന്നത് പോലും. അപ്പം ആ ഒരു 10ന്റെ പി നമ്മൾ മാർക്കറ്റിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഒരു പ്രൈസ് ഒരു സ്റ്റോക്കിന് മൂല്യം എങ്ങനെ കൽപ്പിക്കുന്നത് എന്നുള്ളത്. 11.5% CAGR ഗ്രോത്തിനൂടെ മാർക്കറ്റ് 22-23% ഗ്രോത്ത് കൊടുക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഞാനിവിടെ പി ഒരു 23 കൊടുക്കാം. EPS ഇപ്പം കറൻ്റ് ഉള്ള കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ EPS നോക്കിയിട്ടുണ്ടെങ്കിൽ 33.70 ആണ്. 33.70 നമ്മളിവിടെ കൊടുത്തു. അപ്പോൾ ആക്ച്വലി ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഏണിങ്സിലുള്ള ഈ ഒരു CAGR ഗ്രോത്തിനേക്കാളും ഡബിള് നമ്മൾ ഇവിടെ PE മാർക്കറ്റ് കമാൻഡ് ചെയ്യുകയാണെങ്കിൽ കൂടിയിട്ടും ഈ പ്രൈസ് എന്ന് പറയുന്നത് 775 ആണ് ആക്ച്വലി വരേണ്ടത്. ഇവിടെ ഇപ്പം നിൽക്കുന്ന ഈ ഒരു പ്രൈസ് നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ എത്രയാണ്? 1300 ആണ്. അപ്പം ഞാനിവിടെ 775 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൈസ് ഇവിടെ മാർക്ക് ചെയ്തിട്ട് വെക്കാം. 775 എന്ന് പറയുമ്പോൾ ഈ ഒരു ഏരിയയിലാണ്, അതായത് ഇപ്പം കറൻ്റ് മാർക്കറ്റ് നിൽക്കുന്ന ഈ ഒരു പ്രൈസിൽ നിന്ന് ഇനിയൊരു 10-40% ഡൗൺ ട്രെൻഡിൽ ഈ മാർക്കറ്റ് പോകാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. ഞാൻ പറഞ്ഞ പോലെ ഈ സെയിം ഇതിൻ്റെ ആക്ച്വൽ ഗ്രോത്ത് ആയിട്ടുള്ള 11% CAGR ഗ്രോത്ത് ഈ PE അതേപോലെ തന്നെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വൽ വാല്യൂ എന്ന് പറയുന്നത് 370 ആണ്. ഒരിക്കലും 370ലേക്ക് ഈ ഒരു സ്റ്റോക്ക് പോകത്തില്ല എന്ന് വിചാരിക്കുക. കാരണം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു കമ്പനി ആയതുകൊണ്ട് തന്നെ അത്ര വലിയ ഡൗൺ ട്രെൻഡാണ് എന്തായാലും ഉണ്ടാകാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. പക്ഷേ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ ഒരു റീസെൻ്റ് ആയിട്ടുള്ള ഈ ഒരു ഹൈപ്പിൻ്റെ ബേസിലുള്ള ഈ ഒരു ട്രെൻഡിൻ്റെ കണ്ടിട്ട് ഇനിയും ചിലപ്പം ഈ ഒരു പെർസെൻറ്റേജിൻ്റെ റിട്ടേൺ ചിലപ്പം താഴത്തേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട്. ഇനി അതുപോലെ തന്നെ ഈ ഒരു ട്രെൻഡ് എങ്ങനെയാണ് ഓവറായി എന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുക? ആദ്യം തന്നെ നമുക്ക് ചാർട്ടിൽ അതിനുള്ള ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു സൈൻ കിട്ടണം. ഇപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കുകയാണ് ഇനി ഇതേപോലെ തന്നെ ഈ ഒരു ട്രെൻഡ് ഇവിടെ വരെ നമ്മളിപ്പം കണ്ടുപിടിച്ചിട്ടുള്ള ആ ഒരു വാല്യൂ വരെ ഇവിടെ വരെ വരുമോ വരില്ല എന്നൊന്നും ആർക്കും പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. ആ ഒരു കാര്യം ഇപ്പോഴും പറയുന്നത് നമ്മൾ ഇതൊക്കെ ഇതിൻ്റെ വാല്യൂഷൻ ഇതിൻ്റെ ഫെയർ വാല്യൂ കണക്കാക്കിയിട്ടുള്ള ഒരു ലെവലാണ് ഇപ്പോൾ എടുത്തിട്ടുള്ള ഈ 777 എന്ന് പറയുന്നത്. അപ്പം ഇനി ഇവിടെയുള്ള ഈ ട്രെൻഡ് ഇതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ എത്തി ഈ ഒരു റേഞ്ചിൽ എത്തിയതിനു ശേഷം ഇനി ഇവിടുന്ന് എങ്ങനെയാണ് ഫർദർ ഈ സ്റ്റോക്ക് മൂവ്മെൻറ്റ്സ് തരിക എന്നുള്ളത് നമ്മളെങ്ങനെയാണ് മനസ്സിലാക്കുക? ആ ഒരു ട്രെൻഡ് ഓവറായോ ഇല്ല എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് കാലം ഈ ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ഇവിടെ ഒരു കൺസോളിഡേഷൻ റേഞ്ചിലോ ഇങ്ങനെയൊക്കെ കിടന്ന് കളിക്കാം. ആ ഒരു കൺസോളിഡേഷൻ ഇവിടെ കഴിഞ്ഞതിന് ശേഷം ഒരു ബ്രേക്ക് ഔട്ട് തരാനുള്ള ഒരു സാധ്യത നമ്മൾ എപ്പോഴാണോ ഈ ഒരു സ്റ്റോക്കിൽ കാണുന്നത് ആ ഒരു ബ്രേക്ക് ഔട്ട് തന്നതിന് ശേഷം അതിൻ്റെ റീടെസ്റ്റിലായിരിക്കണം നമ്മളെ എൻട്രി എന്ന് പറയുന്നത്. അത് ഈ ഒരു ഫോർമേഷനിൽ തന്നെ ആയിരിക്കില്ല. ചിലപ്പം ഒരു W പാറ്റേൺ ഉണ്ടാക്കിയിട്ടായിരിക്കാം, ചിലപ്പോൾ റിവേഴ്സൽ ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ഉണ്ടാക്കിയിട്ടായിരിക്കാം, ചിലപ്പോൾ ഒരു റൗണ്ട് റിക്കവറി പാറ്റേൺ ആയിരിക്കാം. അപ്പം നമ്മളത് കണ്ടുപിടിക്കണം മാർക്കറ്റിൽ. ആ ഒരു സമയത്ത് എങ്ങനെയാണ് അതിൻ്റെ പ്രൈസ് ആക്ഷൻ ഡെവലപ്പ് ആവണമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ വന്നിട്ടുള്ള ഈ ഒരു ലോവർ ഹൈ ലോവർ ലോ എന്നുള്ള ഈ ഒരു ട്രെൻഡിൻ്റെ ഫോർമേഷൻ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ എത്തിയതിനു ശേഷം അവിടെ ഒരു റേഞ്ച് ഉണ്ടാക്കുകയും ആ റേഞ്ചിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു എന്ന് കൺഫേം ആയതിനു ശേഷം ആ ബ്രേക്ക് ഔട്ടിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഒരു എൻട്രി എന്നുള്ള രീതിക്ക് നിങ്ങൾ ഒരു ഫ്രഷ് എൻട്രി എടുക്കുകയെന്നുണ്ടെങ്കിൽ ഇവിടെ ആയിരിക്കണം നിങ്ങൾ ആദ്യത്തെ എൻട്രി വരേണ്ടത്.
അല്ല, ഇനി കുറച്ചും കൂടെ നമുക്ക് ഈ ഒരു ട്രെൻഡ് കൺഫേം ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ ഉണ്ടാക്കിയ ഒരു ഹൈനെയും കൂടി ബ്രേക്ക് ചെയ്തിട്ട് ഇതിൻ്റെ നെക്സ്റ്റ് റീടെസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ഏരിയയിലായിരിക്കണം ഇതിൻ്റെ പ്രോപ്പർ എൻട്രി എന്ന് പറയുന്നത്. ഇനി അതുമല്ല നമുക്കൊന്നും കൂടി കൺഫർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ടിരിക്കുക, ട്രെൻഡ് ഓവർ ആയിട്ടോ അല്ലെങ്കിൽ ഇത് ഇനി പറഞ്ഞ പോലെ തന്നെ ഈ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ട്രെൻഡിൻ്റെ 50% വന്നിട്ട് മാർക്കറ്റ് റിയാക്ഷൻ തരികയാണോ തിരിച്ചും താഴത്തേക്ക് ഇനി പോകാനുള്ള ചാൻസ് ഉണ്ടാവുന്നുള്ളത് നമ്മൾ നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ട്രെൻഡ് അവിടെ കൺഫർമേഷൻ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫർദർ വീണ്ടും എന്ത് ചെയ്യുക, ഈ 0.5 എന്നുള്ള ഈ ഒരു ഗോൾഡൻ ഏരിയനെ ബ്രേക്ക് ചെയ്തിട്ട് അതിൻ്റെ റീടെസ്റ്റിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഇങ്ങനെ ആയിരിക്കണം ഈ ട്രെൻഡ് റിവേഴ്സലായി എന്നുള്ളതിൻ്റെ കൺഫർമേഷൻ. അതിനുശേഷം ഉറപ്പായിട്ടും മാർക്കറ്റിലേക്ക് ഇങ്ങനെ ഒരു റിവേഴ്സൽ വരുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ ഏർണിങ്സോ കാര്യങ്ങളൊക്കെ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ടാവും. കാരണം മാർക്കറ്റ് എപ്പോഴും അതിൻ്റെ ഫ്യൂച്ചറിന് മുന്നേ തന്നെ പ്രിഡിക്റ്റ് ചെയ്ത് വെക്കും. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സ്കൈ ഗോൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാർട്ടിൽ ഇതേപോലെ തന്നെ അതിൻ്റെ ഫ്യൂച്ചർ പ്രൈസിനെ പ്രിഡിക്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ എങ്ങനെ ചെയ്യാന്നുള്ളത്, അതിൻ്റെ പ്രൈസ് എങ്ങനെ എടുക്കുക എന്നുള്ളത് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് മനസ്സിലാവും. ഓട്ടോമാറ്റിക്കലി അതിൻ്റെ മുന്നേ തന്നെ നമുക്ക് ചാർട്ടിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾ ഈ ഒരു സമയത്തൊക്കെയാണ് നിങ്ങൾ എൻട്രി എടുക്കേണ്ടത്. ഇനി വേറൊരു കാര്യം ആലോചിക്കുക, നിങ്ങളിപ്പോൾ റീറ്റെയിലറാണ്, ഈ ഒരു സ്ഥലത്തു നിന്നാണ് നിങ്ങൾ എൻട്രി എടുത്തിട്ട് ഓൾമോസ്റ്റ് ഇപ്പം നിൽക്കുന്ന പെർസെൻറ്റേജ് ഓഫ് ലോസ് എന്ന് പറഞ്ഞാൽ 45% ലോസാണ്. ഇനി ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു ലെവലിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 65% ലോസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ നോർമലി എന്താണ് ചെയ്യുക, ഈ കാണുന്ന എല്ലാ ഭാഗവും സപ്പോർട്ടും റെസിസ്റ്റൻസും ഒക്കെ വരച്ചിട്ട് വെക്കും. എന്നിട്ട് ഓരോ ചെറിയ പെർസെൻറ്റേജ് ഡൗൺ വരുന്നതിനനുസരിച്ച് ഇവിടെ നിങ്ങളൊക്കെ ഇങ്ങനെ ആവറേജ് ചെയ്തുകൊണ്ടേയിരിക്കും. ആവറേജ് ചെയ്ത് നമ്മളെ കുറേ സമയം ഇവിടെ പോകും, കുറേ കാലം ഇവിടെ കാത്തിരിക്കേണ്ടി വരും, ഒക്കെ ചെയ്യേണ്ടി വരും. ആ സമയത്ത് നല്ല നല്ല കുറേ സ്റ്റോക്കുകൾ മുകളിലേക്ക് പോയിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ മിസ് ഔട്ട് ആക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഇതിൽ എത്ര കാലം ഇത് തിരിച്ച് റിട്ടേൺ ആയിട്ട് കയറാൻ എടുക്കുമെന്നുള്ളതായിരിക്കും പറയാൻ വേണ്ടി പറ്റത്തില്ല. ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ 7-6 കൊല്ലത്തെ ഒരു കൺസൾട്ടേഷൻ കഴിഞ്ഞിട്ടാണ് ഒരു ബ്രേക്ക്ഔട്ട് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഈ ഒരു റീടെസ്റ്റ് വന്നിട്ട് ഒരു കൺസൾട്ടേഷൻ തിരിച്ച് കയറാനുള്ള ടൈം പീരീഡ് ഇതുപോലെ ഒരു 4-5 കൊല്ലമൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത്രയും ടൈം അവിടെ മാർക്കറ്റിൽ വെറുതെ ഈ ഒരു സ്റ്റോക്കിനെ ആവറേജ് ചെയ്തുകൊണ്ട് വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുക എന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇത് തിരിച്ച് കയറുമില്ല എന്നുള്ളത് നിങ്ങൾക്ക് ഇങ്ങനെ ഉറപ്പ് പറയാൻ വേണ്ടി പറ്റും. എത്ര ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള നല്ല കമ്പനി ഉണ്ടെങ്കിലും നമ്മൾ ആ ചാർട്ടിനെ നോക്കിയിട്ട് ട്രേഡ് എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ബേസിക് ആയിട്ട് ചെയ്യേണ്ട കാര്യം. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഈ 65% ഡൗൺ സൈഡുള്ള നിങ്ങൾ തിരിച്ച് ഈ ഒരു കമ്പനി 65 നിങ്ങൾ എടുത്തിട്ടുള്ള എൻട്രി പോയിന്റിലേക്ക് വരാൻ ഓൾമോസ്റ്റ് 185% ഗ്രോത്ത് ഉണ്ടാക്കണം. ഈ ഒരു ഗ്രോത്ത് കമ്പനി ഉണ്ടാക്കണം. ഇതേ സംഭവം തന്നെ ഈ ഒരു സ്റ്റോക്ക് നിങ്ങൾ ബൈ ചാൻസ് വിചാരിക്കുക ഒരു 90% ഡൗൺ സൈഡ് ഈ സ്പാളായി എന്ന് വിചാരിക്കുക. തിരിച്ച് നിങ്ങൾ എടുത്തിട്ടുള്ള ഒരു എൻട്രിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഓൾമോസ്റ്റ് 11 ഇരട്ടി അത് റിട്ടേൺ തരണം. അത് നിങ്ങൾ എപ്പോഴെങ്കിലും ആവറേജ് ചെയ്യുമ്പോൾ ഈ ഒരു കാര്യം ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ താഴത്തേക്ക് പോകുന്ന സ്റ്റോക്കുകൾ ആവറേജ് ചെയ്യുന്നുണ്ട്, പക്ഷേ ആ സ്റ്റോക്ക് നമ്മൾ ആവറേജ് ചെയ്യുമ്പം ഒരു എബോവ് 70% മുകളിൽ പോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ഒരു പെർസെൻറ്റേജ് റിട്ടേൺ എന്ന് പറയുന്നത് നമ്മൾ നോക്കിയിട്ട് നമ്മൾ കാണുന്ന പോലെ തന്നെ ഈ 10x-ൻ്റെയും 11x-ൻ്റെ ഒക്കെ റിട്ടേൺ എന്ന് പറയുന്നത് ചെറിയ പെർസെൻറ്റേജ് ഓഫ് റിട്ടേൺ ആണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. 10 ഇരട്ടി സ്റ്റോക്ക് മുകളിലേക്ക് ഈ താഴെ വന്നിട്ടുള്ള വീട്ടുകളിൽ ഇവിടെ വളരാനുള്ള എന്തെങ്കിലും കാരണങ്ങൾ ആ കമ്പനിയിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ഡിസിഷൻസ് റോങ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഈ മാർക്കറ്റിൽ നിന്ന് ഔട്ടാക്കാൻ രീതിക്കുള്ള കാര്യങ്ങളാണ് നിങ്ങൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓട്ടോമാറ്റിക്കലി മാർക്കറ്റ് ഇങ്ങനെയാണ്, ഇതിൻ്റെ ബിഹേവിയർ ഇങ്ങനെയാണ്, ഇതൊന്നും പൈസ ഉണ്ടാക്കാൻ പറ്റത്തില്ല, ഇത് തട്ടിപ്പാണ് വെട്ടിപ്പാണ് എന്നിട്ട് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഇതൊന്നും ഔട്ടാവും. കാരണം ഇത്രയും സമയം നിങ്ങൾക്ക് ഇവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 4-5 കൊല്ലമൊക്കെ ഒരു സ്റ്റോക്കിൻ്റെ പുറകിൽ അത്രയും വലിയ എമൗണ്ട് ഇട്ടിരുന്നിട്ട് പോകുകയെന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല. ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കുക. അപ്പം ഒരു സ്റ്റോക്കിൽ നമ്മൾ ഒരിക്കലും 10%-ൻ്റെ മുകളിൽ ടോട്ടൽ ക്യാപിറ്റലിൻ്റെ ഡിപ്ലോയ് ചെയ്യാൻ വേണ്ടി പാടില്ല. അത് നിങ്ങൾക്ക് ഒരു 5% ആണ് നിങ്ങൾക്ക് കുറച്ചുകൂടി കംഫർട്ട് എന്നുണ്ടെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റോക്കുകളിൽ ഇതേപോലെ തന്നെ കൊണ്ടുപോയിട്ട് ഡിപ്ലോയ് ചെയ്യുക എന്നുള്ളതാണ് കുറച്ചുകൂടി സേഫ് ആയിട്ടുള്ള മെത്തേഡ്. അവിടെ നിങ്ങൾ റിസ്ക് മിനിമൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കാര്യം നിങ്ങൾ മൈൻഡിൽ വെക്കുക. നിങ്ങൾ ആവറേജ് ചെയ്യുമ്പം എപ്പോഴും റിവേഴ്സൽ ആയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആവറേജ് ചെയ്യേണ്ടത്. അല്ലാതെ താഴത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഓരോ ഡ്രോപ്പിലും ഓരോ ദിവസം മാർക്കറ്റ് എടുത്ത് നോക്കിയിട്ടാണ് നിങ്ങൾ വിചാരിക്കുന്നത് നല്ല പെർസെൻറ്റേജ് റിട്ടേൺ പോയി എന്നുള്ളത്, താഴത്തേക്ക് പോയി ഇവിടെ ഇത് ബോട്ടം ഔട്ട് ചെയ്യാമെന്ന്. പക്ഷേ വീണ്ടും ഈ മാർക്കറ്റ് താഴത്തേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കും.
ട്രെൻഡ് റിവേഴ്സലായി എന്ന് എപ്പോൾ മനസ്സിലാക്കുന്നു ആ സമയത്താണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ സ്റ്റോക്കിൽ ആവറേജ് ചെയ്യേണ്ടത്. നമ്മളെപ്പോഴും ആവറേജ് ചെയ്യേണ്ടത് വിന്നേഴ്സിനെയാണ്, അല്ലാതെ ലൂസേഴ്സിനല്ല. ഈ ലൂസർ ഇനി വിന്നറാവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന സമയത്താണ് നിങ്ങൾക്ക് ഓൾറെഡി ഈ ഒരു ഏരിയകളിൽ നിന്ന് നിങ്ങൾ എൻട്രീസ് എടുത്തിട്ടുണ്ടെങ്കിൽ തിരിച്ചത് കയറി പോകുമ്പോൾ നിങ്ങൾക്ക് അത് ആവറേജ് ഡൗൺ ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്കുള്ള നെക്സ്റ്റ് സെറ്റ് ഓഫ് റാലിനെ നിങ്ങൾക്ക് റൈഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എക്സിറ്റ് അടിച്ചിട്ട് പോകാം. അപ്പം ഈ ഒരു കാര്യം ഇതുപോലെ തന്നെ ഓർമ്മയിൽ വെക്കുക. ലൈറ്റ് വെയിറ്റിലുള്ള സ്റ്റോക്കുകൾ നമ്മളെപ്പോലുള്ള റീറ്റെയിലേഴ്സാണ് എപ്പോഴും ട്രാപ്പായി പോകുന്നത്, അത് എത്ര നല്ല കമ്പനിയാണെങ്കിൽ പോലും. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരെ പറയുന്ന സ്റ്റോക്കുകളിൽ പോയിട്ട് എൻട്രി എടുത്തിട്ട് നിങ്ങളുടെ വലിയൊരു സമയം വലിയൊരു പൈസയും കുറേ സമയം അവിടെ സ്റ്റക്കായി മാർക്കറ്റിൽ നിന്ന് ഔട്ടായി പോകുന്ന രീതിക്ക് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാണ്ടിരിക്കുക. കുറച്ചുകൂടെ നല്ല രീതിക്ക് മാർക്കറ്റിനെ സ്റ്റഡി ചെയ്തിട്ട് മാർക്കറ്റിൽ നമ്മളെ കോമൺ സെൻസ് വർക്ക് ചെയ്തിട്ട് അപ്രോച്ച് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ബേസിക്കായിട്ട് ഇതിൻ്റെ ഒരു പ്രൈസ് എന്ന് പറയുന്നത് ഈ മാർക്കറ്റ് ഈ ആക്ച്വലി ഇതിന് 23ൻ്റെ PE കൊടുക്കുകയാണെങ്കിൽ പോലെ 775 എന്ന് പറഞ്ഞ പ്രൈസിലേക്കൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ടാവും. ഇനി അതല്ല അതിന് മുന്നേ തന്നെ റിവേഴ്സ് ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെയുള്ളൊരു പാറ്റേൺ അവിടെ ഫോം ആവുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് നോക്കുക. എന്നിട്ട് അതിന് ശേഷം വേണം നമ്മൾ ആ ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട്.